കുംഭ ഹേ മഹാകുംഭ ഹേ. കുംഭമേളയെ പറ്റിയിട്ട് എന്തു പറയാനാണ്? ഞാൻ എങ്ങനെയാണ് കുംഭമേളയ്ക്ക് പോയതെന്നും അല്ലെങ്കിൽ അവിടെ നിന്നുണ്ടായ അനുഭവം എന്താണെന്നും ആർക്കെങ്കിലുമൊക്കെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നൊരു ചെറിയൊരു അഭിപ്രായം പറയാനുമാണ് ഈ വീഡിയോ. കുംഭമേളയിൽ നിങ്ങൾ എന്തിനെ പങ്കെടുക്കുന്നു എന്നുള്ളത് തീർത്തും നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. ഒരുപക്ഷെ നിങ്ങൾ പോകുന്നത് ആത്മീയപരമായിട്ടായിരിക്കാം, മോക്ഷമാർഗം തേടിയിട്ട് പോകുന്നതാവാം, ഇതൊന്നുമല്ല വെറുതെ ഒന്ന് കാണാൻ പോകുന്നതാവാം. എന്തു തന്നെയായാലും അത് നിങ്ങളുടെ ഓൺ ചോയ്സാണ്. സദ്ഗുരുവിൻ്റെ പ്രസംഗം വീഡിയോയിൽ കാണാനിടയായി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളൊരു 3 ദിവസമെങ്കിലും പ്രയാഗ്രാജിൽ കുംഭമേളയിൽ നിൽക്കണം എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ 3 ദിവസമാണ് തിരഞ്ഞെടുത്തത്. കുംഭമേള പല രീതിയിലും പറയപ്പെടുന്നുണ്ടായിരിക്കും. സാധാരണ കുംഭമേള, അതല്ലാതെ അർദ്ധകുംഭ്, അതല്ലാതെ പൂർണ്ണകുംഭ്. ഇപ്പോൾ നടക്കുന്നത് മഹാകുംഭമേള. മഹാകുംഭമേള 144 വർഷങ്ങളിൽ കൂടുമ്പോൾ ഒരിക്കൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള ജനറേഷൻ എന്ന് മാത്രമല്ല, ഇനി 1, 2, 3 ജനറേഷൻ പോലും അടുത്ത കുംഭമേള കാണാൻ അല്ലെങ്കിൽ മഹാകുംഭമേള കാണാൻ ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ടുള്ള ജനറേഷൻ ആയിരിക്കും ഈ പറയുന്ന ഇത്രയും സിഗ്നിഫിക്കൻസ് ഉള്ള മഹാകുംഭമേള കാണാൻ ഭാഗ്യം കിട്ടാൻ പോകുന്നത്. അപ്പം നമുക്ക് ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം എന്ന് തന്നെ പറയാവുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടക്കുന്ന മഹാകുംഭമേള. മഹാകുംഭമേളയുടെ ചരിത്ര പശ്ചാത്തലം, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കഥകളും ഉപകഥകളും ഒക്കെ ഉണ്ടാവും. അതെല്ലാം പഠിക്കാൻ ആയിരക്കണക്കിന് മെറ്റീരിയൽ അവൈലബിൾ ആണ്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഭൂമിയിൽ രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഭൂമി സൂര്യൻ്റെ ചുറ്റും വലം വെച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഓരോ വർഷമുണ്ടാകുന്നത്, അതുപോലെ കാലാവസ്ഥകളുണ്ടാകുന്നത്, കാലങ്ങളുണ്ടാകുന്നത്. സൂര്യൻ്റെ പ്രഭാവം കൊണ്ടാണ് നമുക്ക് ഭൂമിയിൽ, സമുദ്രത്തിൽ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സൂര്യനും ചന്ദ്രനും ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കളിലൊക്കെ അവരുടെ പ്രഭാവം, ഇൻഫ്ലുവൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇനി ഇതുപോലെ തന്നെയാണ് വ്യാഴത്തിൻ്റെ പൊസിഷൻ, ജിയോഗ്രഫിക്കൽ പൊസിഷൻ, അതിൻ്റെ ഇൻഫ്ലുവൻസ്, അത് നമ്മളെ എത്രമാത്രം സ്വാധീനിക്കുന്നു. ഇത് ഋഷിമുനിമാർ പണ്ടേ പഠിച്ചിരുന്നതും അവർ അവരുടെ അകൈതവമായ സ്നേഹവും വാത്സല്യവും കൊണ്ട് നമ്മൾ അടുത്ത തലമുറകൾക്ക് വേണ്ടി നമുക്ക് പകർന്നു തന്നിരുന്നു. അതിൽ വരുന്നതാണ് പാലാഴി മഥനവും അമൃതകുംഭവും. ആ അമൃതകുംഭങ്ങളിൽ നിന്ന് തെറിച്ച് വീണ അമൃതുകൾ 4 തീർത്ഥക്ഷേത്രങ്ങളിൽ വീണതും, ആ 4 തീർത്ഥക്ഷേത്രങ്ങളിൽ തീർത്ഥങ്ങളുടെ രാജാവ്, തീർത്ഥരാജാവ് പ്രയാഗ്രാജ് എന്നുള്ളത്. പ്രയാഗ്രാജിലെ മഹാകുംഭമേള കാണുക എന്നത് ഒരു അനുഭവം തന്നെയായിരിക്കും, ഒരു അനുഗ്രഹം തന്നെയായിരിക്കും. നിങ്ങൾ പോവുകയാണെങ്കിൽ സദ്ഗുരു പറഞ്ഞതുപോലെ ഒരു 3 ദിവസമെങ്കിലും നിങ്ങൾ അവിടെ തങ്ങിയാൽ നന്നായിരിക്കും. ഏറ്റവും കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും ആ മഹാസന്നിധിയിൽ, മഹാതീർത്ഥത്തിൽ ഈ പ്രധാനപ്പെട്ട സമയത്ത്, ഈ കുംഭമേള വേളയിൽ സൂര്യൻ ഉത്തരായണത്തിലേക്ക് പുറപ്പെട്ട നമ്മുടെ മകരവിളക്ക് അല്ലെങ്കിൽ മകരസംക്രാന്തി മുതൽ ഈ ശിവരാത്രി വരെയുള്ള ഏറ്റവും വിശേഷപ്പെട്ട സമയത്തിൽ ഒരു ദിവസമെങ്കിലും പോയി നമുക്ക് അവിടെ തീർത്ഥസ്നാനം ചെയ്യാൻ കഴിഞ്ഞാൽ അത് മഹാപുണ്യമായിരിക്കും. അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് വീണ്ടും വീണ്ടും പറയുന്നതിൽ അർത്ഥമില്ല. ശിവരാത്രിയുടെ ദിവസം വരയ്ക്കും ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. തിരക്ക് കുറഞ്ഞ ദിവസങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് പോകാൻ കഴിഞ്ഞാൽ അതുതന്നെ വളരെ ഉപകാരപ്രദമായിരിക്കും. ഫെബ്രുവരി 6 അവസാനം പറഞ്ഞ കണക്ക് വെച്ചിട്ട് 39.76 കോടി ജനങ്ങൾ സ്നാനം കഴിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത്. നിങ്ങൾ പോയാൽ നേട്ടം നിങ്ങൾക്ക് മാത്രമാണ്. അത് നിങ്ങളുടെ മാത്രം തീരുമാനവുമായിരിക്കും. പക്ഷേ അത് ചെയ്യണം എന്നാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഇനിയും സമയമുണ്ട്. ഇനി നമുക്കിത് കാണാൻ 144 വർഷം വരെ ജീവിച്ചിരിക്കുക എന്നത് നമുക്ക് സാധ്യമല്ല. ഇനി എൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഞാൻ ശരിക്കും ഈ കുംഭമേള പോകണമെന്ന് തീരുമാനിച്ചിരുന്നതല്ല. ഇതിനെപ്പറ്റി അറിയുന്നതിനനുസരിച്ചിട്ട് പെട്ടെന്നെടുത്ത തീരുമാനമാണ്. അങ്ങനെയാണ് ഞാൻ 3 ദിവസത്തേക്ക് പോകുന്നത്. ആ 3 ദിവസത്തിലും ഞാൻ സ്നാനം നടത്തി
ആദ്യം എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്തത് കൊണ്ട് സംഗമത്തിൽ നിന്നാണ് ഞാൻ സ്നാനം ചെയ്തത്. പിന്നീടാണ് മനസ്സിലായത് നമുക്ക് വള്ളത്തിൽ കയറി പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മുടെ തുണിമണികളെല്ലാം വള്ളത്തിൽ സൂക്ഷിക്കുകയും ചെയ്യാം, നമുക്ക് തീർത്ഥത്തിൽ സ്നാനം ചെയ്യുകയും ചെയ്യാം. കില ഘാട്ട് എന്ന് പറയുന്നത്, അതായത് കോട്ടയുടെ ഘാട്ട് എന്ന് പറയുന്ന കില ഘാട്ടിൽ നിന്നാണ് വള്ളങ്ങൾ പോകുന്നത്. വളരെ വിദഗ്ധമായി ഇതിൽ തിരക്ക് നിയന്ത്രിക്കുന്നത് എങ്ങനെയെന്ന് അവിടെ പോയി പഠിക്കണം. താൽക്കാലിക പാലങ്ങളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായാലും, വള്ളങ്ങളെ നിയന്ത്രിക്കുന്നതായാലും, വരുന്നതായാലും പോകുന്നതായാലും, ആളുകളെ ഇറക്കുന്നതായാലും, ഇതൊക്കെ വളരെ ശാസ്ത്രീയമായി വളരെ വിദഗ്ധമായി അവരവിടെ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്കത് കണ്ടുപഠിക്കാൻ കഴിയും. ഉന്നത നിലവാരമുള്ള കോളേജുകളിൽ നിന്നും യൂണിവേഴ്സിറ്റികളിൽ നിന്നും ക്രൗഡ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് എന്ന് പഠിക്കുന്നു എന്ന് കേട്ടു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI ക്യാമറകൾ, പോലീസിൻ്റെ സഹായം, ആർമിയുടെ സഹായം, ഡ്രോണിൻ്റെ സഹായം, ഗരുഡ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കാണേണ്ടത് തന്നെയാണ്, പഠിക്കേണ്ടത് തന്നെയാണ്. നിങ്ങൾ ഏവരും പോയി അനുഭവിച്ച് മനസ്സിലാക്കി ചെയ്യണം. ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ളത് ത്രിവേണി സംഗമമായ ഗംഗയും യമുനയും അടിയിലൂടെ വരുന്നു എന്ന് വിശ്വസിക്കുന്ന സരസ്വതി നദിയും കൂടി ഒന്നിച്ചു ചേരുന്ന ആ ഭാഗത്ത് തന്നെ നിങ്ങൾ പോയി സ്നാനം ചെയ്യണം. അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. അമൃത സ്നാന ദിവസങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. വളരെ തിരക്ക് കൂടുതലായിരിക്കും എന്നത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇനി എൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഞാൻ ഡൽഹിയിലാണ് ഇറങ്ങിയത്. ഡൽഹിയിൽ നിന്ന് ഞാൻ ട്രെയിൻ എടുത്ത് പ്രയാഗ്രാജിന് തൊട്ടടുത്തുള്ള സുബേദാർഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അത് പോകുന്നത്. അവിടെ നിന്ന് ഓട്ടോയോ മറ്റ് ഒരു ആശ്രമത്തിൽ ചെന്ന് എനിക്ക് 3 ദിവസം തങ്ങാനുള്ള അവസരം തരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെയുള്ള സ്വാമിജി അനുവദിച്ചു. നമ്മുടെ സാധനങ്ങൾ നമ്മൾ തന്നെ സൂക്ഷിക്കണം. കാരണം ഇത്ര ജനങ്ങൾ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ വരുന്ന സ്ഥലത്ത് ആർക്കും ആരെയും നോക്കാൻ പറ്റില്ല. എന്നാലും ഒരു മനസ്കനായ ഒരു മനുഷ്യൻ എനിക്ക് സഹായം ചെയ്തു. പിറ്റേ ദിവസം മുതലാണ് എനിക്ക് മനസ്സിലായത് ത്രിവേണി സംഗമത്തിൽ നടുക്ക് തന്നെ. അവിടെ നിന്ന് മറ്റ് അടുത്ത 2 ദിവസങ്ങളിലും അവിടെ തന്നെയാണ് ഞാൻ പുണ്യസ്നാനം ചെയ്തത്. ആ സ്നാനം ഒരു വിശേഷപ്പെട്ട അനുഭവം തന്നെയായിരുന്നു. എല്ലാവരും അത് പോയി ചെയ്യണം, നിങ്ങൾക്ക് കഴിയും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ 40 കോടി ജനങ്ങൾ ഇപ്പോൾ തന്നെ വന്നതിൽ നിങ്ങളവിടെ പോയാലും ഇല്ലെങ്കിലും അവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വലിയൊരു മാറ്റം തന്നെയായിരിക്കും.